കഴിക്ക് വെള്ളം ഒഴി. കഴിക്ക്. എനിക്കടാ ദിസ് വൺ ഇസ് ഗുഡ്. ഇതെടുത്താ മതി. ഇത് തന്നെ എടുക്കാം. ശരി ചെറിയച്ച, എങ്കിൽ ഞാൻ പോയി റെഡി ആവട്ടെ. ഓഡിറ്റർ കണ്ടിട്ട് വേണം ഓഫീസിലേക്ക് പോവാൻ. ഓക്കെ മോളെ. ആഷി, നീ നേരത്തെ ഓഫീസിലേക്ക് വരില്ലേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉടനെ എത്തിക്കോളാം. പൃഥ്വി, നീ പോകുന്ന വഴിക്ക് അഷിമോളെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. ആ ശരി, അങ്ങനെ ചെയ്യാം. ശരി, എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ശരി. അഷി, ആ എന്താ അഷി, പെട്ടെന്ന് നിനക്കെന്താ ബോധോദയം ഉണ്ടായോ? എല്ലാം പൂർണിമയുടെ അനുവാദം ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നല്ലോ. അതമ്മേ, ഈ വീട്ടിൽ അധികാരമുള്ളവരോട് വേണ്ട അഭിപ്രായം ചോദിക്കാൻ. എന്താ നീ എന്നെ കളിയാക്കുവാണോ? അയ്യോ, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ സത്യോ പറഞ്ഞേ. ഈ വീട്ടിലെ മൂത്ത മരുമകൾ അമ്മയല്ലേ. അമ്മ പറഞ്ഞ ഇവിടെ എന്തെങ്കിലും നടക്കുവോ, അതോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശരി, അത് പോട്ടെ. അമ്മയുടെ മകനല്ലേ ഇവിടുത്തെ അനന്തരാവകാശി, ഏക ആൺതരി. പക്ഷെ എന്തെങ്കിലും അധികാരം പൃഥ്വിക്കുണ്ടോ? നീ എന്താ പറഞ്ഞു വരുന്നേ? പൃഥ്വി ദേഷ്യപ്പെടാതെ. ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല. ഇവിടെ അവരുടെ വാക്കിന് വില കൊടുത്താ സമാധാനമായിട്ട് ജീവിക്കാം. അവരുടെ വാക്കിന് വില കൊടുക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമല്ലേ അമ്മ ഈ ലൈഫ്. അത് നഷ്ടപ്പെടുത്താതെ നോക്കണമല്ലോ. അപ്പോ എനിക്കിവിടെ യാതൊരു അധികാരം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതാണ് സത്യം. കൂടുതലൊന്നും വേണ്ട. ഈ അടുക്കളയില് അമ്മയുടെ ഇഷ്ടത്തിന് ഒരു കറിയെങ്കിലും വെക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് ഓർത്തു നോക്കിക്കേ. സ്വന്തം ഇഷ്ടത്തിനൊരു കറി പോലും വെക്കാൻ പറ്റാത്ത അമ്മ ആ ദുർഗയും കിരണിനെയും എന്ത് ചെയ്യാനാ? ആ പൃഥ്വി, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. എന്നെ ഒന്ന് ഓഫീസിൽ ഇറക്കണേ. അപ്പൊ ശരിയമ്മേ. എന്താ ആന്റി, ചായ മറ്റോ വേണോ? എല്ലാരും കഴിക്കാനിരുന്നല്ലോ. ആന്റി ഇരുന്നോ, ഞാൻ ഫുഡ് കൊണ്ടുവരാം. നീ ആരാ എന്നോട് കഴിക്കാൻ പറയാൻ? എന്ത് അധികാരത്തിലാ നീ ഈ വീട്ടുകാരി കളിക്കുന്നത്? ഈ നാടകമൊന്നുമേ എന്റെ മുന്നിൽ വേണ്ട. നിന്നെയും മറ്റുള്ളവരുടെ സ്വത്തും പണവും അടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവിനെ പോലുള്ളവനെയൊക്കെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. സത്യം പറഞ്ഞ നിന്റെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് അറപ്പാകുന്നു. ദേ, മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോ. ആദ്യം ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം. പിന്നെ ഒരാളെ സ്നേഹം കാണിച്ചു പറ്റിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും ഉപരിയായി സത്യം എന്താണെന്ന് എല്ലാരും മനസ്സിലാക്കിയ നാണം കെടാൻ പോകുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കണം. കിരണിനെ ആരാണ് ചതിച്ചതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആന്റിക്കല്ലേ? എനിക്കോ? അതെങ്ങനെ ഞാൻ അറിയും? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആന്റിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഒന്നും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണ്ട. സത്യം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരും. പുറത്ത് കൊണ്ടുവന്നിരിക്കും. അപ്പോഴും മുഖത്ത് ഈ ധൈര്യം ഉണ്ടാകണം. മതി. എടി പല്ലവി, നീ കുറച്ചുകൂടെ എടുത്ത് കഴിക്കടി. ഇത്രയും മതി അച്ഛാ, ഞാൻ ഡയറ്റില്ല. ഈ പ്രായത്തിൽ ആവശ്യത്തിന് ആഹാരം കഴിക്കണം മോളെ.
ഇതിപ്പോ നിനക്ക് ഡയറ്റ് ചെയ്യാൻ അധികം വണ്ണമൊന്നുമില്ലല്ലോ. അവൾ ഇപ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. വണ്ണം വെച്ചാ പിന്നെ കുറയ്ക്കാൻ വലിയ പാടാ. അതെ. ആ കിരണേട്ടാ വാ, വന്ന് കഴിക്ക്. എനിക്കിപ്പോ വേണ്ട, വാ വന്ന് കഴിക്ക്. ഞാൻ പിന്നീട് കഴിച്ചോളാം. വാ വന്ന് കഴിക്ക്. ഞാൻ പിന്നെ കഴിച്ചോളാം പല്ലവി. അതെന്താ ഇപ്പൊ കഴിച്ചാല്? ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ വന്നിരിക്കുന്നേ, ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. വാ വാ ഇരിക്ക്. കഴിക്കാം. പല്ലവി ഇരിക്ക് കിരണേട്ടാ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇരിക്ക്. ഡീ പല്ലവി, കിരണേട്ട പാവം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? കിരണേട്ട കഴിക്ക്. മതി ആ. മതി. ആ, മതി. കഴിക്ക് നാ ഇത്തിരി വെള്ളം ഒഴി. കഴിക്ക്. എനിക്കടാ എനിക്കടാ. പൃഥ്വി, നീ എന്തായി കാണിക്കുന്നത്? നിർത്ത്, നിങ്ങൾ ആരും ഇതിൽ ഇടപെടരുത്. നിനക്ക് നാണമില്ലടാ. ഞങ്ങളെ പറ്റിച്ച് ഇവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റാൻ നോക്കിയിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. പൃഥ്വി, നീ എന്തായി ചെയ്യുന്നേ? നീ എവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചത്? കിരൺ ആഹാരം കഴിക്കാൻ ഇരുന്ന് നീ കണ്ടതല്ലേ? അതിന് ഇവൻ ചെയ്ത തെറ്റെന്താന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? ഇതുപോലൊരു ക്രിമിനലിനെ ഇങ്ങനെ സൽക്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരായാലും കഴിക്കുന്നിടത്തുനിന്ന് ആഹാരം തട്ടിക്കളയുന്നത് എത്ര വലിയ പാപമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ പൃഥ്വി? ഛേ, അത് കൊള്ളാലോ. കള്ളനെയും ക്രിമിനലിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് നിനക്ക് ഒരു മടിയില്ല. പൃഥ്വി നിന്റെ അനിയനല്ലേ, നീ എന്താ അവനെ സപ്പോർട്ട് ചെയ്യാത്തത്? ഒന്ന് നിർത്താവോ? ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നു എന്ന് കരുതി ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ചേച്ചിക്ക് ചേച്ചിയുടെ അനിയൻ വലുതാണെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവും അങ്ങനെ തന്നെയാ. ദുർഗ വേണ്ട. ഓ അങ്ങനെയാണെങ്കിലേ നിന്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നീ തെളിയിക്ക്. തെളിയിക്കും, ഉറപ്പായും തെളിയിച്ചിരിക്കും. വെറുതെ പറയുന്നതല്ലാതെ നീയൊന്നും ചെയ്യുന്നില്ലല്ലോ. സംസാരം നിർത്തി ആദ്യം തെളിവ് കൊണ്ടുവാ. പിഴവുകളില്ലാതെ കിരണിനെ പറഞ്ഞ് പറ്റിച്ചു എന്ന് മനസ്സിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ദുർഗെ വേണ്ട ചേച്ചി, എന്നെ തടയണ്ട. ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടത് തെളിവല്ലേ? ഞങ്ങളത് തന്നോളാം.